ഹലോ എവരിവൺ. ഇന്ന് നടന്ന SSC CGL ടയർ 2 എക്സാമിന്റെ എക്സാം അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒരുപാട് പേര് എക്സാംസ് എഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ എക്സാം എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാൻ ഒരുപാട് പേര് വളരെ എക്സൈറ്റ്മെന്റിലിരിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡൻസ് തന്നെ എക്സാംസ് കഴിഞ്ഞവരുടെ അടുത്ത് നമ്മൾ ഫീഡ്ബാക്ക് കളക്ട് ചെയ്തു, ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കംപ്ലീറ്റ് എക്സാം അനാലിസിസ് ചെയ്യുന്നത്. എല്ലാ സബ്ജക്ട്സും എങ്ങനെയാണ് ചോദിച്ചത്, അല്ലെങ്കിൽ ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നു. മാത്രമല്ല GKയിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നും ചോദിച്ച ഏരിയാസ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. മാത്രമല്ല ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നമ്മൾ ഈ ഒരു വീഡിയോ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നടന്നൊരു അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാമിനെ പറ്റി ഒരു ഓവറോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഏകദേശം സിമ്പിൾ ആയിട്ടുള്ള എക്സാം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എളുപ്പമുള്ള എക്സാം ആയിരുന്നു. ചിലപ്പോൾ ഈ ടയർ 2 എക്സാം വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും, ഒരുപാട് ടഫ് ആയിരിക്കും, QA ഒക്കെ ഒരുപാട് ടഫ് ആക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാം ആണ് കണ്ടക്ട് ചെയ്തത്. ഒരു പാറ്റേൺ ചേഞ്ചോടുകൂടി വന്ന എക്സാം ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പാറ്റേൺ ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാറ്റേൺ ചേഞ്ച് അനുസരിച്ച് ഒരുപാട് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഈ പാറ്റേൺ ചേഞ്ച് വന്നതുകൊണ്ടാവണം ഒരുപക്ഷെ എക്സാംസ് ആ ഒരു വിധത്തിൽ സിമ്പിൾ ആക്കിയത്. അപ്പോൾ ഓവറോൾ എക്സാമിനെ പറ്റിയുള്ള അനാലിസിസ് പറയുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ എക്സാം തന്നെയായിരുന്നു. ഈസി ടു മോഡറേറ്റ് ലെവൽ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഓവറോൾ ടോപ്പിക് വൈസ് അല്ല, ഓരോ സബ്ജക്റ്റിന്റെ കാര്യമല്ല പറയുന്നത്. ഓവറോൾ പറയുകയാണെങ്കിൽ ഈസി ടു മോഡറേറ്റ് ലെവൽ അല്ലെങ്കിൽ മോഡറേറ്റ് ലെവൽ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഏറ്റവും എളുപ്പം ആയിരുന്നു ഇപ്പോൾ QA അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഈസി ടു മോഡറേറ്റ് തന്നെയായിരുന്നു. വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ചോദിച്ചിരുന്നത്. ഒരുപാട് ടഫ് ആയിട്ടുള്ള പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും അധികം കണ്ടില്ല. അതുപോലെ തന്നെ റീസണിങ്ങും ഈസി ടു മോഡറേറ്റ് തന്നെയായിരുന്നു. ഇംഗ്ലീഷ് മോഡറേറ്റ് ലെവലായിരുന്നു കൂടുതൽ ടൈപ്പ് ക്വസ്റ്റ്യൻസും. ജനറൽ അവയർനെസ് മോഡറേറ്റ് ആയിരുന്നുവെങ്കിലും കുറെ ക്വസ്റ്റ്യൻസ് ടഫ് ലെവലിലോട്ടും കൂടി കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നീട് കമ്പ്യൂട്ടർ മോഡറേറ്റ് ടു ടഫ് ലെവലായിരുന്നു. ഇങ്ങനെയായിരുന്നു ഓവറോൾ ഓരോ സബ്ജക്ട്സിന്റെയും ലെവൽ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. നമുക്കിനി ഓരോ സബ്ജക്ട്സും കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനാലിസ് ചെയ്ത് നോക്കാം. മാത്സ് എങ്ങനെയായിരുന്നു, റീസണിങ് എങ്ങനെയായിരുന്നു, ഇംഗ്ലീഷ് എങ്ങനെയായിരുന്നു, ഏത് ടൈപ്പിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷിൽ ചോദിച്ച കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ആദ്യം QAയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓവറോൾ നേരത്തെ ഞാൻ പറഞ്ഞു QA ഓവറോൾ ഈസി ആയിരുന്നു. ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പുതിയ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ വന്നില്ല എന്ന് തന്നെ പറയാം. അതുപോലെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും പ്രോബബിലിറ്റിയിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ശ്രദ്ധിക്കാത്തവർ അല്ലെങ്കിൽ അറ്റൻഷൻ കൊടുക്കാത്തവർ ആ ടോപ്പിക്ക് ഒന്ന് ശ്രദ്ധിച്ചോളുക. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും പ്രോബബിലിറ്റിയിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നു. മോഡ്, മീഡിയൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. മോഡ്, മീഡിയൻ തുടങ്ങിയ കാര്യങ്ങളെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് കണ്ടായിരുന്നു. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് മാത്സിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മെയിൻ ആയിട്ടും അഡ്വാൻസ്ഡ് മാത്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ടഫർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ അഡ്വാൻസ്ഡ് മാത്സിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. മാക്സിമം ക്വസ്റ്റ്യൻസ് അരിത്തമെറ്റിക് പാർട്ടിൽ നിന്നായിരുന്നു. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ടോപ്പിക്കുകൾ വളരെ നന്നായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതിയാവും എന്ന് നമുക്ക് കരുതാം. ഈ ഒരു അനാലിസിസ് ഈ ഒരു സിംഗിൾ അനാലിസിസ് മാത്രം നോക്കിയിട്ട് അടുത്ത എക്സാം ഇങ്ങനെയാണെന്ന് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മളുടെ പ്രിപ്പറേഷനിൽ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനാണ് ഈ ഒരു അനാലിസിസ് നമുക്ക് ഉപയോഗപ്പെടുന്നത്. ഇനി നമുക്ക് റീസണിങ്ങിനെ പറ്റി നോക്കാം. റീസണിങ് ഈസി ടു മോഡറേറ്റ് ലെവൽ തന്നെയായിരുന്നു. കൃത്യമായിട്ട് SSC CGLന്റെ ടയർ 1 ക്ലിയർ ചെയ്ത ഒരാളെ സംബന്ധിച്ച് അവർക്ക് അത്യാവശ്യം റീസണിങ്ങും മാത്സും ഒക്കെ ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈസി ടു മോഡറേറ്റ് ആയിരുന്നു ക്വസ്റ്റ്യൻസ് ലെവല്. ഇനിയും ഫിഗർ സീരീസിൽ നിന്നും നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ നിന്നും നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നല്ല ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ടഫ് ആക്കിയിട്ടുള്ളതല്ല, പക്ഷെ നല്ല നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേറ്റ്മെന്റ്, അസംഷൻ, അസേർഷൻ ടൈപ്പ് ഇങ്ങനെയുള്ളതിൽ നിന്നും 3 to 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇനിക്വാളിറ്റിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കാത്ത ടോപ്പിക്കുകളാണെങ്കിൽ ഈ ടോപ്പിക്കുകൾ മാത്രമല്ല ബാക്കിയുള്ള മിക്ക ടോപ്പിക്സിൽ നിന്നും ഉണ്ടായിരുന്നു. ജസ്റ്റ് നോട്ട് ചെയ്ത് പറഞ്ഞ ചില ടോപ്പിക്സ് ഇതാണെന്ന് മാത്രം. റീസണിങ്ങും നോർമലി ഉള്ള രീതിയിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഒരുപാട് ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടി മാത്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കുന്നതായിരുന്നു റീസണിങ് എന്ന് വേണമെങ്കിൽ പറയാം. മാത്സ് വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ ടൈമിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. റീസണിങ് ഇത് ഈ പറയുന്ന അനാലിസിസ് എല്ലാം നമ്മുടെ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്കിൽ നിന്ന് കിട്ടിയതും മറ്റ് ഇൻഫോർമേഷനിൽ നിന്ന് കളക്ട് ചെയ്തതുമായിട്ടുള്ള അനാലിസിസ് ആണ്. ജസ്റ്റ് വെറുതെ ഒരു ഇൻഫോർമേഷൻ പറയുകയല്ല നമ്മൾ ചെയ്യുന്നത്. അടുത്തത് റീസണിങ് കഴിഞ്ഞ് ഇനി അടുത്ത ഇംഗ്ലീഷിന്റെ അനാലിസിസ് നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ഈസി ടു മോഡറേറ്റ് തന്നെയായിരുന്നു. ഇംഗ്ലീഷും ഓവറോൾ ക്വസ്റ്റ്യൻസ് അതിൽ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നതെന്ന് നമുക്ക് നോക്കാം. പാസേജിൽ നിന്ന് 3 പാസേജുകൾ ഉണ്ടായിരുന്നു. ഓരോന്നിൽ നിന്നും 4 ക്വസ്റ്റ്യൻസ്, അങ്ങനെ 12 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എഡിറ്റോറിയൽ ബേസ്ഡ് ആയിട്ടുള്ളത് ഒരെണ്ണം, മറ്റൊന്ന് സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ളതുമായിരുന്നു. ഓരോ ഡിഫറെന്റ് ഇൻസിഡൻസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെ 3 പാസേജുകൾ. പിന്നെ ക്ലോസ് ടെസ്റ്റ് ഒന്നുണ്ടായിരുന്നു. 4 ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ക്ലോസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് ജോഗ്രഫി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരുന്നു. ക്ലോസ് ടെസ്റ്റ് ആയിരുന്നു. ജോഗ്രഫി ബേസ്ഡ് ആയിരുന്നു അതിന്റെ തീം. മൂന്നാമത്തത്
ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് 3 ക്വസ്റ്റ്യൻസ്. ആക്റ്റീവ് പാസീവ് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പാരാജമ്പിൾ ക്വസ്റ്റ്യൻസ് 5 എണ്ണം ഉണ്ടായിരുന്നു. പാരാജമ്പിൾസ് 5 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസ് നോക്കുകയാണെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് ചോദിച്ചു. ഒന്ന് ഇൻ വോഗ് എന്ന് പറയുന്ന ഇഡിയം, അതുപോലെ അറ്റ് എ സ്റ്റോൺസ് ത്രോ, 3 ബൈ ദ സ്കിൻ ഓഫ് വൺസ് ടീത്ത്. ഈ 3 ചോദിച്ച 3 ഇഡിയംസ് ആണ്. ഇനി സിനോണിംസ് നോക്കുകയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നു. കൊളോസൽ, എക്സ്ക്ലൂഡ്, ഈ 2 വേർഡ്സ് ആണ് സിനോണിംസിൽ നിന്ന് ചോദിച്ചത്. ആന്റണിംസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ 3 എണ്ണം. അപ്പോൾ വൊക്കാബുലറി പാർട്ട് ഒരുപാട് സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. അപ്പൊ ഇത് ഒന്ന് നോക്കിയല്ലോ, ഒരുപാട് ടഫർ ക്വസ്റ്റ്യൻസ് അല്ല, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരുപാട് ടഫർ ക്വസ്റ്റ്യൻസ് അല്ല, ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും ചോദിച്ചു കാണുന്നത്. 10 ഫില്ലേഴ്സ് ആൻഡ് സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, ഫില്ലേഴ്സും സെന്റൻസ് ഇംപ്രൂവ്മെന്റും, അത് 2 ക്വസ്റ്റ്യനും 3 ക്വസ്റ്റ്യനും വെച്ചിട്ടായിരുന്നു. ഫില്ലേഴ്സ് 2ഉം സെന്റൻസ് ഇംപ്രൂവ്മെന്റ് 3 ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. സ്പോട്ടിംഗ് ഓഫ് എറേഴ്സ് 3 മുതൽ 5 ക്വസ്റ്റ്യൻസ് വരെ എറർ സ്പോട്ടിംഗിൽ നിന്നും ഉണ്ടായിരുന്നു. ഗ്രാമർ പാർട്ടും വൊക്കാബുലറി പാർട്ടും രണ്ടും ഒരുപാട് ടഫർ ആയിട്ടുള്ളതല്ല, ആവറേജ് ലെവൽ തന്നെയായിരുന്നു. എപ്പോഴും ചോദിക്കുന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ അത് ടൈപ്പ് തന്നെയായിരുന്നു. ടഫർ ക്വസ്റ്റ്യൻസ് അല്ല, ഗ്രാമർ പാർട്ട് പോലും ടഫർ ആയിട്ടുള്ളതല്ലായിരുന്നു ഇംഗ്ലീഷിനെ സംബന്ധിച്ച്. ഇനി ജനറൽ അവയർനെസ് നോക്കാം. ആദ്യം നമുക്ക് ജനറൽ അവയർനെസ് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് മാക്സിമം ചോദിച്ചത് നോക്കാം. ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് കുറച്ചുണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടി മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ടായിരുന്നു. കുറച്ച് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്, അതായത് ഇപ്പം സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2, അങ്ങനെ ഓപ്ഷൻ 1 and 2 ആർ ട്രൂ എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ശ്രദ്ധിക്കും. നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ഡയറക്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രമേ ശ്രദ്ധിക്കുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു. പിന്നെ കറണ്ട് അഫയേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2021 ജനുവരി മുതലും 2022 അവസാനം വരെയുള്ള കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. പിന്നീട് ശ്രദ്ധിക്കേണ്ട സ്റ്റാറ്റിക് GK പാർട്ടിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടില്ല എന്നാണ് കൂടുതൽ പേരും പറയുന്നത്. ഡാൻസ്, മ്യൂസിക് ഫെസ്റ്റിവൽസ്, അപ്പോയിന്റ്മെന്റ്സ് തുടങ്ങിയ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് കണ്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ സെൻസസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സെൻസസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കണ്ടു. പിന്നീട് ബുക്സ് ആൻഡ് ഓതേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബയോളജി പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ പൊളിറ്റിയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ്, ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടത്, പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടത്, ഫിനാൻസ് കമ്മീഷൻ, എസ്റ്റിമേറ്റ് കമ്മിറ്റി, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചു കണ്ടത്. ഇൻഡെക്സുകൾ ഒരെണ്ണം ചോദിച്ചു, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇനി ചോദിച്ച ക്വസ്റ്റ്യൻസ്, നമ്മുടെ സ്റ്റുഡൻസിൽ നിന്ന് കളക്ട് ചെയ്ത ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ഒന്ന് പറയാം. ഒന്ന്, ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് സ്പിഗ്മോ മാനോമീറ്റർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, മിന്റോ മോർലി റിഫോംസിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര്, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 എന്നറിയപ്പെടുന്നു. മൂന്നാമത്തെ ചോദ്യമാണ്, വിറ്റാമിൻ K അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് വിറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന വിറ്റമിൻ ആണ് വൈറ്റമിൻ K. അത് ചോദിച്ച ചോദ്യമാണ്. വൈറ്റമിനെ പറ്റി മറ്റൊരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചു എന്ന് പറഞ്ഞു, അത് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. വൈറ്റമിൻ കണ്ടുപിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ക്വസ്റ്റ്യൻ ആണ് വൈറ്റമിനെ പറ്റി ചോദിച്ചത്. നാലാമത്തത് അടൽ പെൻഷൻ യോജനയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് ലോഞ്ച് ചെയ്ത ഡേറ്റ് മെയ് 2015 കൊൽക്കത്തയിൽ നരേന്ദ്രമോദിയാണ് അത് ഇനോഗ്രേഷൻ ചെയ്തത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തത്. അഞ്ചാമത്തെ ചോദ്യം, ഡൽഹി സുൽത്താനേറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല, അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ഇൻക്ലൂഡ് ചെയ്യാത്തത്. ആറാമത്തത്, ഏറ്റവും ലിറ്ററസി കുറഞ്ഞ സ്റ്റേറ്റ്, സെൻസസുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ഇതാണ്, ലോവസ്റ്റ് ലിറ്ററസി സ്റ്റേറ്റ് ബീഹാർ. ഏഴാമത്തത്, ഭിംബേദ്ക കേവ് ഏത് സ്റ്റേറ്റിലാണെന്നാണ് ചോദിച്ചത്, മധ്യപ്രദേശിലാണ് ഭിംബേദ്ക. പിന്നെ ആർട്ടിക്കിൾ, ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 280 ആർട്ടിക്കിൾ 280. പിന്നീട് HIV ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, 1-2 ഓപ്ഷൻസ് ഉള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്. HIV ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. പിന്നെ ബുക്കുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞു, ബുക്ക് പ്ലേയിങ് ടു വിൻ എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ സൈന നെയ്വാൾ. അതുപോലെ ഫോർമുല ഓഫ് ബെൻസീനിന്റെ കെമിക്കൽ ഫോർമുല എന്താണെന്ന് ചോദിച്ചു, C6H6 എന്നാണ്. ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ ആണ് ബെൻസീൻ, നമുക്കറിയാം. അപ്പൊ ഈ ഒരു 11 ക്വസ്റ്റ്യൻസ് നമ്മുടെ സ്റ്റുഡൻസിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു മോഡൽ തന്നെ ക്വസ്റ്റ്യൻസോ നമുക്ക് ഒരുപക്ഷെ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു ഏരിയാസ്, നിങ്ങൾ പഠിക്കാത്ത ഏരിയാസിനെ പറ്റിയാണ് പറയുന്നത്, സെയിം ക്വസ്റ്റ്യൻസ് എന്നല്ല പറയുന്നത്. നിങ്ങൾ നോക്കാത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ ഈ ഏരിയാസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകണം, അതിനുവേണ്ടിയാണ് പറയുന്നത്. ഇനി കമ്പ്യൂട്ടറിന്റെ ഓവറോൾ പറയുകയാണെങ്കിൽ മോഡറേറ്റ് ടു ടഫ് ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കമ്പ്യൂട്ടർ വളരെ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കാറുണ്ടെങ്കിലും കുറെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇതിൽ കൂടുതൽ ചോദിച്ചു വന്നത് ഫുൾ ഫോംസിൽ നിന്നൊരു 5 ക്വസ്റ്റ്യൻസോളം ചോദിച്ചു കണ്ടു എന്ന് പറഞ്ഞു പലരും.
ഒരു 5 ക്വസ്റ്റ്യനോളം ഫുൾ ഫോംസ് റിലേറ്റഡ് ആയിട്ടാണ് ചോദിച്ചത്. പിന്നെ ബേസിക് ഫണ്ടമെന്റൽ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് വെച്ചിട്ട് തന്നെയാണ് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. പിന്നെ MS ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോഫ്റ്റ്വെയറുകളുമായിട്ട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മെമ്മറീസുമായിട്ട് ബന്ധപ്പെട്ട ക്യാഷെ മെമ്മറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. മെയിലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ ഒരുപക്ഷെ വിട്ടുപോകുന്നതാണ് മെയിൽ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നോക്കണം. പിന്നെ ഡിവൈസസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു. പെറിഫറൽ ഡിവൈസസ്, കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, ഇതെല്ലാം നമ്മൾ നോക്കേണ്ട ഒരു ഏരിയ ആണ്. ഇത്രയും ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. PDF ഫുൾ ഫോം ചോദിച്ചായിരുന്നു. പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്നാണ് നിങ്ങൾക്ക് അറിയാം. അതുപോലെ HTML ഫുൾ ഫോം ചോദിച്ചായിരുന്നു. ഹൈപ്പർ ലിങ്ക് ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് HTML ഫുൾ ഫോം. അടുത്തത് DVD ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. അതുപോലെ വൈറസിന്റെ ഫുൾ ഫോം. ഇത്രയും ഫുൾ ഫോംസ് ഭാഗത്ത് നിന്ന് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നത്. അതുകൊണ്ട് അബ്രീവിയേഷൻസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ ഡെന്നിസാറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പറ്റുന്ന ഒരു മാക്സിമം 1-2 വീഡിയോസ് നേരത്തെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അതിനകത്ത് ഒരുപാട് അബ്രീവിയേഷൻസ് ഒക്കെ പിന്നെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങളത് കാണാൻ പറ്റുന്നവർ ശ്രമിക്കുക. പിന്നെ MS ഓഫീസ് ഷോർട്ട് കട്ട് കീസിനെ പറ്റി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്യാഷെ മെമ്മറി, നേരത്തെ ഞാൻ പറഞ്ഞു, ക്യാഷെ മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട്, മെയിലുമായിട്ട് ബന്ധപ്പെട്ട്, ബ്രൗസറുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഹാർഡ് ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ട്, സോഫ്റ്റ്വെയർ നേരത്തെ പറഞ്ഞു, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും, പെറിഫറൽ ഡിവൈസസ് അതായത് എക്സ്റ്റേണലി നമ്മൾ കണക്ട് ചെയ്യുന്നതിനാണ് പെറിഫറൽസ് എന്ന് പറയുന്നത് അല്ലേ, അതിന്റെ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് കണ്ടത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ SSC CGL ടയർ 2 എക്സാമിന്റെ ഇന്ന് നടന്ന മാർച്ച് 2-ാം തീയതി നടന്ന എക്സാമിന്റെ ഒരു ഓവറോൾ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ ഒരു അനാലിസിസ് നോക്കുമ്പോൾ എക്സാം പൊതുവെ സിമ്പിൾ ആണെന്ന് നമുക്ക് പറയാം. എന്നിരുന്നാലും വരുന്ന ഷിഫ്റ്റുകളിലും ഇതുപോലെ തന്നെ സിമ്പിൾ ആകുമെന്ന് എക്സ്പെക്ട് ചെയ്യരുത്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുള്ള ടോപ്പിക്കുകൾ, നിങ്ങൾ മിസ്സാക്കിയിട്ടുള്ള ടോപ്പിക് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്സിനൊന്ന് സ്ട്രെസ് കൊടുത്തോളുക. പ്രത്യേകിച്ചും കമ്പ്യൂട്ടറിന് അബ്രീവിയേഷൻസിന്റെ പാർട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റിക് GKയിൽ ഇങ്ങനെയുള്ള എക്സാംസിന് ചോദിക്കുന്ന സ്റ്റാറ്റിക് GKയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നില്ല. എന്നിരുന്നാലും മാക്സിമം ക്വസ്റ്റ്യൻസ് സയൻസിൽ നിന്നുണ്ടായിരുന്നു, കറണ്ട് അഫയേഴ്സിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു അനാലിസിസ് കാണുമ്പോൾ നിങ്ങളുടെ അവസാനത്തെ ഇനിയുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതനുസരിച്ച് മാറ്റം വരുത്താം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.